റസൂല് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനടക്കം ലോകത്തുള്ള എല്ലാവർക്കുമായി പഠിപ്പിച്ച നൂറുകണക്കിന് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അതിലെവിടെയെങ്കിലും അല്ലാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ടോ? മുൻകഴിഞ്ഞ നബിമാരെ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണേ എന്നൊരു ദുആയുടെ ശകലമുണ്ടോ? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ അല്ലെങ്കിൽ മഹദികളെ നിങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണേ, ഞങ്ങളെ രോഗം മാറ്റണേ, ഞങ്ങളുടെ പാപം പൊറുക്കണേ, ഞങ്ങൾക്ക് സന്താനത്തെ നൽകണേ എന്ന് പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുണ്ടോ? മറിച്ചല്ലേ ഖുർആനിലുള്ളത്. സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, മക്കളില്ലാതെ ദമ്പതികൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹുവിനോടല്ലേ? ഇങ്ങനെ എവിടെ തിരഞ്ഞു നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാത്ത ഒരു പ്രാർത്ഥന അവരാരും നടത്തിയിട്ടില്ല. അവരുടെയൊക്കെ മാർഗത്തിൽ ചേർക്കണേന്നാ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ ആമീൻ പറയുന്നതിൻ്റെ മുമ്പായി പറയുന്നത്. നമ്മളൊക്കെ ആമീൻ പറയുന്നില്ലേ? ആമീൻ പറയുന്നതിന് മുമ്പെന്താ പറയുന്നത്? നേർവഴിയിൽ ചേർത്ത് തരണേ അല്ലാ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ ചേർക്കണേ. അഥവാ നബിമാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സാലിഹീങ്ങള് ഇവരൊക്കെ നടന്ന വഴിയിൽ ഞങ്ങളെ ചേർക്കണേ, വഴിപിഴച്ചവരുടെ വഴിയിലേക്ക് ചേർക്കല്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ആമീൻ എന്ന് പറയുന്നത്. എങ്കിൽ അവരൊക്കെ നടന്ന വഴി എന്താ? അവരൊക്കെ നടന്ന വഴി എന്താണ്? ആ വഴിയിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. നമ്മളൊരു പുതിയ വാദത്തിലേക്ക് ക്ഷണിക്കുന്നില്ല. നമ്മെക്കുറിച്ച് പുത്തൻവാദി പുത്തൻവാദി എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ മോഷണം മുഴുവൻ നടത്തിയിട്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളനെ പിടിക്കാൻ കട്ടവൻ തന്നെ ഓടുന്നത് പോലെ സർവ്വ ബിദ്അത്തുകളും പുത്തൻവാദങ്ങളും ചെയ്തിട്ട് യഥാർത്ഥ വിശ്വാസികളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എടോ നീ പുത്തൻവാദിയാണ്, പഴച്ചവനാണ്, നെഗക്കാരനാണെന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബിനെ പേടിയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, നിങ്ങൾ അടുത്ത് നിന്ന് കേൾക്കുന്നവരാണെങ്കിലും അകലെ കേൾക്കുന്നവരാണെങ്കിലും ഇനി നാളെയോ അടുത്ത കാലങ്ങളിലോ കേൾക്കുന്നവരാണെങ്കിലും ആത്മാർത്ഥമായി പറയട്ടെ, ഇതെൻ്റെയും നിങ്ങളുടെയും ഖബറിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, പരലോകത്തിൻ്റെ പ്രശ്നമാണ്, കുടുംബകാര്യമല്ല ഈ പറയുന്നത്. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കണ്ണും കാതും ഖൽബും തുറന്നുകൊണ്ടൊന്ന് ചിന്തിക്കണേ. റഹ്മാനായ റബ്ബല്ലാതെ നമ്മെ രക്ഷിക്കാൻ ആരുണ്ട്? ആരോടാണ് പ്രാർത്ഥിച്ചത്? ആരെയാണ് അവരൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചത്? ഏകനായ അല്ലാഹുവിനെയല്ലേ? കാരണം ആ അല്ലാഹുവാണ് ലോകത്തിൻ്റെ മുഴുവൻ ഖയ്യൂമ്, അവനാണ് സർവ്വം നിയന്ത്രിക്കുന്നവൻ. പക്ഷേ ഇപ്പോഴിതാ അങ്ങടുത്ത കാലത്ത് കോഴിക്കോട് മടവൂരിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു സാധുവായ മനുഷ്യൻ, അയാൾക്ക് മാനസിക രോഗമായിരുന്നു എന്നുള്ളതാണ് അയാളെക്കുറിച്ച് ആകെ മൊത്തം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തോ എന്ന് അല്ലാഹുവിനറിയാം. എന്തായാലും ആ ഒരു വ്യക്തിയുടെ, ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. മൂപ്പരാണ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, ലോകം മുഴുവൻ മൂപ്പര് നിയന്ത്രിക്കുന്നു. 7 ആകാശം ഭൂമിന്ന് മാത്രല്ല, ആലം 18,000 നിയന്ത്രിക്കുകയാണ്. എല്ലാം നിയന്ത്രിക്കുന്നു, നിയന്ത്രിക്കാത്തതൊന്നും ബാക്കിയില്ല എന്ന നിലയ്ക്ക് ഈ സമൂഹത്തെ റഹ്മാനായ സ്രഷ്ടാവായ അല്ലാഹുവിങ്കൽ നിന്ന് തിരിച്ച് സൃഷ്ടികളിലേക്ക് വിടുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഏത് കാര്യവും അവർക്കറിയാം. ഒരില വീണാൽ അത് CM കേൾക്കുന്നുണ്ട് എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, ഇത്ര ബുദ്ധിശൂന്യരായിപ്പോയോ നമ്മൾ? ഇത്ര ചിന്തയില്ലാത്തവരായിപ്പോയോ നമ്മൾ? അതേ CMൻ്റെ ആണ്ട് നടത്തുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമേയുള്ളൂ. കാരണം ആ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങളെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ് പറ്റിച്ച ഒരുപാട് കളവുകളുണ്ട്. സാധാരണക്കാരായ മനുഷ്യന്മാരവർ പാവങ്ങളാണ്. നല്ലവരായ നാട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളെ പറഞ്ഞ് 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 ഒരുപാട് കളവുകൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ മുദബ്ബിർ. ഇവിടെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ടെ മടവൂരിലെ ഖബറിൽ മണ്ണായ ആ CM അബൂബക്കർ മൗലവിയാണ്. മുസ്ലിയാരാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എങ്ങനെയാണ് സഹോദരാ നമുക്ക് സാധിക്കുന്നത്?
റബ്ബിനെ കുറിച്ച് ഇത്ര മോശമായിട്ടാണോ പഠിച്ചു വെച്ചത്? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവരല്ലാഹനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അതിൻ്റെ കൃത്യമായ നിലക്ക് പഠിക്കാത്ത കുഴപ്പമല്ലേ? അള്ളയല്ലേ നമ്മളെ നിയന്ത്രിക്കുന്നത്, അവനല്ലേ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്, അവനല്ലേ മുദബ്ബിറുൽ ആലം, അവനല്ലേ ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോളർ. അതല്ലെന്നാണ് ഇവിടെ മുസ്ലിയാക്കന്മാർ പറയുന്നത്. കട്ടായം പറയുന്നു, വാശി തീർക്കും പോലെ പറയുന്നു. അതൊന്ന് കേട്ടു നോക്കൂ. അവര് പറഞ്ഞതാണ്, അവരെ മുഹിബീങ്ങളും അവരെ മുരീദന്മാരല്ല പറഞ്ഞത്, അവര് തന്നെ പറഞ്ഞു അന ഖുത്ബുൽ ആലം, ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഉപ്പാപ്പ പറഞ്ഞതാ, ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. പോയിന്റ് നോട്ട് ചെയ്യ് പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്ക്. ഞാനാണ് ലോകത്തിൻ്റെ കൺട്രോളർ എന്ന മൂപ്പര് തന്നെയാണ് അത്രേ പറഞ്ഞത്. സുഖമില്ലാത്തവർക്ക് എന്തും പറഞ്ഞൂടെ, കുഴപ്പമില്ല. ഞാൻ അറിയാതെ ഒരു ഇലപട അനങ്ങൂലാന്നാണ് അത്രേ പറഞ്ഞത്. ബാക്കി പറയൂ. മത് നൽകട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? ആമീൻ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നും കൂടെ ആമീൻ പറയും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉപ്പാപ്പാനെ മുറുകെ പിടിച്ചോളി. ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ ഉപ്പാപ്പാനെ കണ്ടവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉപ്പാപ്പാന്റെ കറാമത്തോട് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ കുറെ ആൾക്കാർ, ചിലപ്പോ പേര് ശംസുന്നാവും ഗഫൂർന്നാവും, പല ആൾക്കാരാവും. എന്നിട്ട് അതിങ്ങനെ ബാഡ് കമന്റ് എഴുതിയിട്ട് സുബ്ഹാനല്ലാഹ് അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ആരെന്തോ പറഞ്ഞോ അതല്ല ഉപ്പാപ്പ, അതിനു മേലെയാണ് ഉപ്പാപ്പ. മഹാന്മാര് പറഞ്ഞതാ. അവള് പറയും സുബ്ഹാനല്ലാഹ് സിയം ഒരു എന്ത് വലിയ മഹാന, അങ്ങനെയല്ല, അതിനു മേലെയാ. നിങ്ങൾ എന്നെ ഉപ്പാപ്പനെ പറയേ, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും മുകളിലാണ്. നിങ്ങൾ പറയണ മുദബ്ബിറുൽ ആലമൊന്നുമല്ല, അതിനേക്കാണ് അപ്പുറത്താണ് എൻ്റെ സ്ഥാനം. എൻ്റെ സ്ഥാനം അതിനേക്കാണ് അപ്പുറമാണെന്നാണ്. ലോകത്തിൻ്റെ ആരംഭം മുതൽ, നോട്ട് ചെയ്ത് വെച്ചോ, ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ എനിക്ക് തുല്യനായി ഒരാളും ഉണ്ടായിട്ടില്ല കേട്ടോ എന്ന് മടവൂര് പറഞ്ഞു എന്ന് വൈലത്തൂർക്കാരൻ തങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ, ആ വരി നിങ്ങൾ ചിന്തിക്കണം. ലോകാരംഭം മുതൽ ഇന്ന് വരെ എനിക്ക് തുല്യനായി ഒരാളും ഉണ്ടായിട്ടില്ല കേട്ടോന്ന് വൈലത്തൂർക്കാരൻ ഒരു ബുഖാരി തങ്ങളെന്ന് പറയുന്നയാൾ പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എവിടെ എത്തിപ്പോയി? തനിച്ച കുഫറല്ലേത്, തനിച്ച ശിർക്കും കുഫറുമല്ല ഈ പറയുന്നത്. ഇത് അംഗീകരിക്കാൻ ഈ CM-ന്റെ ആണ്ട് നടത്തുന്ന ആളുകളോട് വിനയത്തോടെ ചോദിക്കട്ടെ, പറ സമൂഹത്തോട്, ഇത് നിങ്ങൾ അംഗീകരിക്കോ ഇല്ലേ? നിങ്ങൾ പറ ജനങ്ങളോട്. നിങ്ങൾക്ക് വലിയ ബേജാറുണ്ടല്ലേ, നിങ്ങൾ ഇന്നെങ്ങനെ CM-ന്റെ അന്നദാനോ ആണ്ടൊക്കെ നടത്തണത് എന്തിനാണ് ഞങ്ങൾക്കറിയാം. ഇവിടെ വന്നാൽ ഇതുപോലെ 4 എണ്ണം തലയിൽക്കാണ് കയറുമ്പോൾ അതങ്ങട്ട് ഉള്ളിൽക്കാണ്ട് ഞരമ്പിന് പിടിക്കുന്നു നിങ്ങൾക്കറിയാം. അതിന് തടയാനായി നോക്കുന്നത് നടക്കൂല മക്കളെ. പേരോടിൻ്റെ ഞരമ്പടക്കം തുടിച്ചിട്ടുണ്ട്, പേരോടിനടക്കം സഹിക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രദേശത്തുകാരനായ ഫാറൂഖ് നഈമിക്ക് സഹിക്കാനായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് ഈ രൂപത്തിലുള്ള കറാമത്തിന്റെ തള്ളുകൾ പേരോടിനിപ്പ ദഹിക്കുന്നില്ല. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നയാള് CM മടവൂരാണെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പച്ചയായി പേരോട് മുസ്ലിയാർ പ്രസംഗിക്കുന്നുണ്ട്. അത് പറയാൻ പാടില്ല എന്ന്. ലോകത്തിൻ്റെ മുഴുവൻ നിയന്താവ് അള്ളാഹുവാണ്, അത് വേറൊരാളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇതേപോലെ തന്നെ ഇതേപോലെയുള്ള ഒരുപാട് തള്ളുകൾ തള്ളിയപ്പോൾ ഈ കൊല്ലത്തും പരിസരത്തുമൊക്കെ പരിചയമുള്ളയാളല്ലേ ഫാറൂഖ് നഈമി. അയാൾക്ക് ബേജാറായി. അയാൾ ഈ മടവൂരിൻ്റെ ഈ രൂപത്തിലുള്ള കറാമത്തുകൾക്ക് വേണ്ടി ഇങ്ങനെ ചുറ്റി നടക്കുന്ന ആളെ വിളിച്ചിട്ട് കനത്ത താക്കീത് കൊടുത്തു. എന്താ താക്കീത് പറഞ്ഞത്? ഇനി മേലാൽ ഇങ്ങനെ മൈക്കിയും പിടിച്ച് ആളുകളോട് CM-ന്റെ കറാമത്തും ചോദിച്ചു കൊണ്ട് നടക്കരുത്. കാരണം നിങ്ങൾ ഈ പറയുന്നതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ കറാമത്തുകളല്ല. ഇതൊന്നും തീരെ ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെച്ചോളണം. ഇല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സദസ്സിൽ വെച്ച് നിങ്ങളെ സൂക്ഷിക്കണം, ഈ ലത്തീഫിയെ സൂക്ഷിക്കണമെന്ന് ഞാൻ ഉറക്കെ പറയുമെന്ന് ഈ CM മടവൂരിൻ്റെ കറാമത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കിയും കൊണ്ട് നടക്കുന്ന ഒരു സാധു മുസ്ലിയാരുണ്ട്, ലത്തീഫി മുസ്ലിയാർ. അയാളെ വിളിച്ചിങ്ങാണ്ട് കനത്ത താക്കീത് കൊടുത്തയാളാണ് ഈ കൊല്ലം ജില്ലയുടെ പരിസരത്തുള്ള ഫാറൂഖ് നഈമി.
ഏയ് CM-ന്റെ ആണ്ട് നടത്തുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ കഥ? എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ വരുന്ന സാധുക്കളായ മനുഷ്യന്മാരുടെ മനസ്സ് തടയാൻ വേണ്ടിയിട്ട് അന്നദാനവും ദിക്റുൽക്കയും സലാത്ത് മജ്‌ലിസും ഒക്കെ വെക്കുന്നത്? നടക്കൂല മക്കളെ. വലിയ കോട്ട കൊത്തളങ്ങളിലാണ് ഞങ്ങളെപ്പോലെയുള്ള വിനീതരായ ആളുകളുടെ ശബ്ദങ്ങൾ അലയടിക്കുന്നത്. സിറാജുൽ ഹുദക്കകത്ത് കോളിളക്കമുണ്ട്, മർക്കസിനകത്ത് കോളിളക്കമുണ്ട്, നോളേജ് സിറ്റിക്കകത്ത് കോളിളക്കമുണ്ട്. എന്ത് കോളിളക്കം, എന്ത് കോളിളക്കം! ആദർശരംഗത്ത് കോളിളക്കമുണ്ട്. മടവൂരിനെ പറ്റി അങ്ങനെയൊന്നും പറഞ്ഞൂടാ എന്ന ചർച്ച അവിടെ കൊടുമ്പിരിക്കൊള്ളുന്നുണ്ട്, പുറത്ത് വരുന്നുണ്ട് ഓരോന്നോരോന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്നിച്ചു പാമ്പുകൊണ്ട് പുറത്തേക്ക് വരൂല, തലട്ടിട്ടുണ്ട്. ഞങ്ങൾ വല്ലാതെ അടിക്കാത്തവരാണ്, പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് പോന്നോട്ടെ. ഓരോന്നോരോന്ന് നിങ്ങൾ പറയുന്നുണ്ട്. തൗഹീദിനെതിരാണ് മടവൂരിനെ കുറിച്ചുള്ള ഇത്തരം കറാമത്തുകൾ എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതെ, അൽഹംദുലില്ലാ, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്കല്ലെങ്കിലും ആരെക്കുറിച്ചും നിരാശ ല്ലോ. ഞങ്ങൾ അതല്ലേ ഇങ്ങനെ വായിട്ടലക്കുന്നത്, ഞങ്ങൾ അതല്ലേ ഇങ്ങനെ എല്ലായിടത്തും പരിപാടി വെക്കുന്നത്. ജനം കേൾക്കുകയാണ്, കാലം മാറുന്നുണ്ട്, ജനങ്ങൾ അറിയുന്നുണ്ട് ഇയാളെക്കുറിച്ച് എന്തൊക്കെയാ. ചെറിയ കുട്ടികൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റൂലാന്ന്. എയർപോർട്ടിൽ ഒരു എയർപോർട്ടിൽ ഇറക്കേണ്ട വിമാനം ഇയാൾ പിടിച്ച് വേറെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കുമെന്നാണ്. നിങ്ങൾ കേൾക്കാതെ പോകരുത്. അത് കേട്ടോളൂ. ഇനി അടുത്തത് എയർപോർട്ടിൽ ഇയാൾ വിമാനം പിടിച്ചിറക്കുന്നു, അങ്ങനെ പ്ലെയിനും നിയന്ത്രിക്കും, ട്രെയിനും നിയന്ത്രിക്കും, എല്ലാം നിയന്ത്രിക്കുമെന്ന് നമ്മളെ സ്വപ്നക്കാരനായ പകര മുസ്ലിയാർ പറയുന്നതെന്ന് കേട്ടോളൂ. എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ ഡേറ്റ് ഒരു ദിവസമായിട്ടുള്ളൂ, അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഗൾഫ് കയറുന്നത്. ചാലിയത്ത് വന്ന് ആള് നാട്ടിൽ നിന്ന് പോകുമ്പോ ചിലപ്പോ ചാലിയത്ത് നിന്നാ പോലെ ചാലിയത്ത് വന്ന് ദ്വാരന്നിട്ട് പോയി അവിടെ എത്തിൻ്റെ ശേഷം എനിക്ക് വിളിച്ച്, ഉസ്താദെ വലിയൊരു ആശ്ചര്യം ഉണ്ടായി. എന്തോ ചോദിച്ച്, ഞാൻ ഇറങ്ങാൻ എനിക്ക് മണിക്കൂറുകളുള്ളൂ. അങ്ങനെ ഞാൻ ഇറങ്ങേണ്ട എയർപോർട്ടിന്റെ അടുത്തെത്തിയപ്പോ കാർമേഘം കാരണത്താൽ അനൗൺസ് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റൂല. കുറച്ച് മിനിറ്റുകളൊക്കെ ആകാശത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് സിഗ്നൽ കിട്ടാതെ ഫ്ലൈറ്റിൽ അനൗൺസ് വന്ന് മറ്റൊരു എയർപോർട്ടിൽ പോയാണ് ഇറങ്ങുന്നത്. മറ്റേ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചെത്തുമ്പോഴേക്കും ടൈം കഴിയും. അപ്പൊ ആകെ ബേജാറിലാണ് അയാളുള്ളത്. അയാൾ CM-ന് ഫാത്തി ഓതാൻ തുടങ്ങി. കോയലേരെ ആളാണ് അയാൾ. കോയലേർക്കും CM-നും ഫാത്തി ഓതി CM വലിയുള്ള എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ ഇറക്കി തരണം. ഏതായിരുന്നാലും ആ ചെറിയ വാക്കല്ല CM. എല്ലാ കാവലും എല്ലാ സംരക്ഷണവും ആഖിറത്തിലേക്ക് നീങ്ങുന്ന ടൈമിൽ അവിടുന്ന് കരം കിട്ടുന്ന വാക്കാണത് CM. ആരെതിർത്താലും സത്യം അങ്ങനെയാണ്. അത് ഫ്ലൈറ്റ് അനൗൺസ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നില്ല. അയാള് പറയാണ്, അങ്ങനെ ഞാൻ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കാണ്. ഒരു 10 മിനിറ്റ് ആയപ്പോ ഞാൻ ഇങ്ങനെ അറിയാതെ അങ്ങ് മാളിപ്പോയി. അപ്പോ ഫ്ലൈറ്റിന്റെ മുൻഭാഗം CM വലിയ പിടിച്ചിരിക്കും. CM വലിയ അങ്ങനെ ഫ്ലൈറ്റിന്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചിരിക്കണ. CM ഫ്ലൈറ്റിന്റെ മുൻഭാഗം പിടിച്ചിരിക്കണത്. സമയം പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, കുറച്ച് കാണിക്കാനുണ്ട്. എന്താ നടന്ന സംഭവം? ഉദാഹരണം പറയാം. അപ്പോൾ ഷാർജയിൽ ഇറങ്ങേണ്ട ഒരു ഫ്ലൈറ്റ് അവിടെ ഇറങ്ങൂല എന്ന് അനൗൺസ്മെന്റ്, തിരിച്ച് ബാംഗ്ലൂർ ഇറക്കുകയാണ്. പിന്നെ എത്ര സമയമുണ്ട്, ജോലി പോകും, പല കാര്യങ്ങളുണ്ടാവും, പല ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഇയാളിങ്ങനെ കോയലിയരെ വിളിച്ചു. മൂപ്പരൊരു ദൈവ കോയലിയര്, കുറേ മൂലന്മാരുണ്ട്. കോയലിയര് അതേമാതിരി CM ഇവരൊക്കെ വിളിക്കാൻ തുടങ്ങി. CM രക്ഷിക്കണേ എന്ന് പറയാണ്. കുറച്ചാണ് കഴിഞ്ഞ് ഇയാൾ പിന്നെ അങ്ങനെ കാണുന്നത് എന്താണെന്നറിയോ? CM ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ അവിടെ വേറെ ഏതോ എയർപോർട്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പൈലറ്റ് കൊണ്ടുപോകുന്ന ഫ്ലൈറ്റ് മൂപ്പര് പിടിച്ച് ബലം പ്രയോഗിച്ച് ഇറക്കേണ്ട എയർപോർട്ടിൽ കൊടുന്ന് പിടിച്ചാണ്ട് ഇറക്കി. ഇതാണ് CM. ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. ഇതൊക്കെ കേട്ടിട്ട്, ഇതൊക്കെ വിശ്വസിച്ചിട്ട്, ഈ വക വർത്താനൊക്കെ പറഞ്ഞിട്ട് അന്നദാനം നടത്തിയിട്ടൊക്കെ പോന്നിട്ട് എന്ത് കാര്യ സഹോദരങ്ങളെ? ആഖിറം പോയില്ലേ? ദുന്യാവിൽ പോത്തറുത്ത് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ച് തിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആഖിറത്തിലെ ചോറ് പോയില്ലേ? അവിടുത്തെ സ്വർഗം പോയില്ലേ? എന്ത് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു ഫ്ലൈറ്റ്. ഒരു എയർപോർട്ടിൽ ഇറങ്ങേണ്ട ഫ്ലൈറ്റ് അവിടെ ഇറങ്ങൂല, വേറൊരിടത്താണ് ഇറക്കാൻ പോണത്. കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പിടിച്ചിവിടെ തന്നെ ഇറക്കുന്നു. എന്താണ് ഇവരുടെയൊക്കെ ഒരു ലോകം? ഇത്ര പൊട്ടന്മാരായ ഒരു ലോകത്താണോ മനുഷ്യന്മാർ ജീവിക്കുന്നത്? മാത്രമല്ല മൂപ്പര് എല്ലാം നിയന്ത്രിക്കും, ഒന്നും നിയന്ത്രിക്കാൻ പാടില്ല. മൂപ്പർക്ക് എന്താ പണി? മൂപ്പരിങ്ങനെ മലന്നിങ്ങനെ കിടക്കുകയാണ്. എവിടെ? ഹളറത്തുൽ ഖുദ്സ്.
ഹളറത്തുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ മൂപ്പരിങ്ങനെ മാപ്പിട്ടൊക്കെ എല്ലാം കണ്ടിങ്ങനെ കിടക്കുക. എത്ര പ്ലെയിന് പോകുന്നുണ്ട്, എത്ര കപ്പൽ പോകുന്നുണ്ട്, എത്ര ഏതെല്ലാം പറക്കുന്നുണ്ട്, എത്ര ട്രെയിന് വരുന്നുണ്ട്. മൂപ്പർക്ക് അതെന്നെ പണി. മൂപ്പരെ കണ്ണൊന്നാണ് മാളിപ്പോയാൽ അപ്പം കൂട്ടിയിടിക്കും ഫ്ലൈറ്റൊക്കെ. എത്ര ദുരന്തം ഉണ്ടായില്ലേ, ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായി, ബോട്ട് ദുരന്തം ഉണ്ടായി, കപ്പൽ ദുരന്തം ഉണ്ടായിണ്, കാറിടിക്കണ് ഒക്കെ. മൂപ്പര് ഇടയ്ക്കിടയ്ക്കൊന്ന് മയങ്ങാൻ പോകണ്ടെന്ന്. ഇയാൾ എന്തിനാ ഉറങ്ങാൻ പോണെന്ന്? അങ്ങനെ ഇയാൾ ഉറങ്ങാൻ പാടില്ലല്ലോ. ഇയാൾ അങ്ങനെ ഇടയ്ക്കൊന്നങ്ങനെ ആവുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സർവ്വ നിയന്ത്രിക്കണ മൂപ്പരാണ് പറയുന്നത്. കേട്ടോളി, ഹളറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. കണ്ടില്ലേ, ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ കൂട്ടിയിടിക്കും. അപ്പം മംഗലാപുരത്തും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്ന ഈ ചങ്ങാതി കാക്ക ഇടക്കൊന്ന് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. അന്ന് കണ്ണു മാളിപ്പോയി. ഇതാണ് ഇപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം എന്നുള്ളതല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയല്ല ഈ സമൂഹം പറയുന്നത്. ആ മനുഷ്യൻ്റെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. പക്ഷെ ഇവരിതൊക്കെ കെട്ടിപ്പറയാണ്. ആ മനുഷ്യൻ പറഞ്ഞു തന്നെ ആവൂല. ഇനി പറഞ്ഞതാണെങ്കിലോ അദ്ദേഹത്തിന് എതിരുണ്ടാവും. കാരണം മാനസിക രോഗമല്ലേ. മാനസിക രോഗികൾ ഇപ്പം എന്ത് പറഞ്ഞാലും അവർക്ക് കുറ്റമല്ലല്ലോ, സുഖമല്ലല്ലോ. അതിനിപ്പോൾ നിങ്ങൾ ജദ്ബിൻ്റെ ഹാലി എന്നൊക്കെ പേരിട്ടിട്ട് കാര്യമുണ്ടോ? സംഗതി ഭ്രാന്തല്ലേ. ഭ്രാന്തനായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരവും നോമ്പും ഒന്നും ഉജൂബില്ലല്ലോ. അപ്പം അത് വേറെ കേസാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ പേരിൽ ഭ്രാന്തില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളില്ലേ. അവരോടാണ് ഈ ചോദിക്കുന്നത്, നിങ്ങൾക്കിതെന്തിൻ്റെ സുഖക്കേടാണ്, നിങ്ങൾക്കിതെന്തു പറ്റിപ്പോയി? ഇത്രത്തോളം റഹ്മാനായ റബ്ബിനെ കുറിച്ച് നിങ്ങളുടെ ചിന്ത പോയില്ലേ? ഇനി തുടർന്ന് പറയുന്ന അപകടകരമായ കാര്യങ്ങളുണ്ട്, അതും കൂടി കേട്ടോളൂ. അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ, ഒരു മഹാന്റെ, ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. ഉണ്ടോ? ഒരു മഹാന്റെ, ഒരു വലിയന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ കാറ്റടിക്കുന്നത്. നിങ്ങൾ കേൾക്കാതെ പോകരുത്, ഇടയ്ക്കതൊന്നും മറന്നു പോകരുത് ഈ വാചകങ്ങൾ. അതിനാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇവിടെ കാറ്റടിക്കുന്നത്, മഴ പെയ്യുന്നത്, പ്ലെയിനുകൾ പറക്കുന്നത്, ട്രെയിനുകൾ സഞ്ചരിക്കുന്നത് മുഴുവൻ CM വലിയ എന്ന് പറയുന്ന ഈ വ്യക്തി ഹളറത്തുൽ ഖുദ്സിൽ അങ്ങനെ കിടന്നിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ്. ഇങ്ങനെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോളി. ഞങ്ങളതിന് കിട്ടൂല. ഞങ്ങളെ ഔലിയാക്കന്മാരെ തള്ളുന്നോരുന്നോ കറാമത്ത് നിഷേധികളെന്നോ എന്തു വേണമെങ്കിൽ 1000 തവണ വിളിച്ചോളൂ, സന്തോഷത്തോടെ കേൾക്കും. ഇക്കറാമത്തുകളൊന്നും അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല. ഞങ്ങൾ കറാമത്ത് അംഗീകരിക്കും, ഔലിയാക്കളെ അംഗീകരിക്കും. അതൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് വിശദീകരിക്കേണ്ട കാര്യമല്ല. അപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു പരിധി ഉണ്ടല്ലോ നമുക്കൊരു സമയത്തിന്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാണ്. നിങ്ങൾ ആലോചിക്ക്, ഈ രൂപത്തിലുള്ള ഈ വലിയുണ്ടല്ലോ, ഈ വലിയുല്ലാഹി, ഈ കറാമത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നു, ഇത് ഞങ്ങൾ അംഗീകരിക്കൂല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറേ കെട്ടുകഥകൾ ആദ്യമുണ്ടാക്കി, കുറേ മായാവിക്കഥകൾ കെട്ടിയുണ്ടാക്കി, കുറേ തള്ളുകൾ അങ്ങനെ ദിനേന തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നോ, ഏത് പ്രശ്നത്തിനും എന്ത് കാര്യത്തിനും നമുക്ക് ഈ ശൈഖുന മദീ എന്ന് പറയാനാണ് ഈ മുസ്ലിയാക്കന്മാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. കേട്ടോളൂ, ശൈഖുന മദീ ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര തെജീവിദിലാ പറയണില്ലേ, എത്ര മണിച്ചിട്ടാ പറയണ. എന്ത് ഇനി എന്താ പേര് ബാക്കി, ഇനി എന്തായാലും ബാക്കിന്ന് അള്ളാഹ്ക്ക് ഇനി എന്താ ഇവിടെ ബാക്കി? അള്ളാഹിനോട് നിങ്ങൾക്ക് ഇനി എന്താ ചോദിക്കാനുള്ളത്? എന്തെന്ന് പറഞ്ഞോടുകൂടി ഇനി എല്ലാം പെട്ടില്ലേ, എല്ലാം പെട്ടു. ശാരീരികവും മാനസികവും സാമ്പത്തികവും എന്ത് കാര്യവും ശൈഖുനാനെ വിളിച്ചോളിന്ന്. പിന്നെ എന്തിനാടോ അള്ളാഹ് ശൈഖുന മദീന്? അള്ളാഹുവിൻ്റെ ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്ക് അള്ളാഹു പോരേ, അടിമക്ക് അള്ളാഹു പോരേ. അതേ ദിനവും നമ്മൾ പറയുന്ന ദിക്റുകളിലുണ്ട്, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്ക് അള്ളാഹു മതി, അല്ല മതി എനിക്ക്, അല്ല മതി എനിക്ക്,
അതല്ലേ ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും അൽഹംദുലില്ലാഹ് അല്ലാഹനെയാണ് സ്തുതിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുന്ന വേളയിലും റബ്ബിനെ സ്തുതിച്ചും അവനോട് പ്രാർത്ഥിച്ചുമാണ് വിശ്വാസികൾ ഉറങ്ങുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് മതിയായവനായി അല്ലാഹു പോരേ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിയാക്കൾ പറയുന്നു, ഞങ്ങൾക്ക് എന്തിനും അല്ല വേണ്ട, അള്ളാൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റൂല, ശൈഖുന മതി. ആ ഇസ്ലാമിൽ ഞങ്ങളില്ല. അതിന് ഞങ്ങളെ പേരാണ് വെട്ടിക്കാളി. നിങ്ങൾ അപ്പറയണ ഇസ്ലാമിൽ ഞങ്ങളില്ല. ശൈഖുന മതി എന്തിനെന്നുള്ള ഇസ്ലാമുണ്ടല്ലോ, അത് തനിച്ച കുഫറാണ്. അല്ല മതി. അള്ളാഹുവാണ് നമുക്ക് മതിയായവൻ. അള്ളാഹുവാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ അർഹതപ്പെട്ടവൻ. റബ്ബിനോടാണ് എന്തും പറഞ്ഞാൽ തരാൻ കഴിവുള്ള, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന കഴിവുള്ള, എല്ലാ ശക്തികളും ഒത്തിണങ്ങിയിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതേപോലെ വേറൊരാളുണ്ട് എന്നാണ് വിശ്വസിച്ചാൽ നിങ്ങളെ കൊടുത്തതാണ് എന്നുള്ളൊരു അടിക്കുറിപ്പോണ്ടൊന്നും ഒരു കാര്യമല്ല. അള്ള കൊടുത്തതാണ്, അള്ള കൊടുത്തു എന്നെവിടെ ഇല്ലല്ലോ. അങ്ങനെ കൊടുക്കാത്ത കഴിവ് നിങ്ങൾ കൊടുത്തു നിങ്ങളാണ് പറയാൻ. ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ആ രൂപത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി പ്രാർത്ഥിക്കണമെന്നില്ല എന്നാണ് അപകടകരമായ കാര്യം. ഇനി വേറെ കേൾക്കാൻ പോകുന്നുണ്ട്. മൊയ്തീൻ ശൈഖിന് ഒക്കെ അള്ളയാണല്ലോ. അള്ളാഹിനെ പോലത്തെ ഒരു അള്ളയാക്കിയിട്ട് മാറ്റാൻ. അപ്പം അള്ളാഹ്ക്കുള്ളതൊക്കെ മൊയ്തീൻ ശൈഖിനും വേണമല്ലോ. അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? 99 പേരുണ്ട്, അതിലപ്പുറം ഉണ്ട്. അപ്പം മൊയ്തീൻ ശൈഖിനോ മൂപ്പർക്കും 99 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രശ്നമോ വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് ബേജാറ് തുടങ്ങുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക? മുസ്ലിമീങ്ങൾ എന്താ ചെയ്യുക? നമുക്ക് വിഷമുണ്ടെങ്കിൽ നമ്മൾ ദിക്ർ ഇങ്ങനെ ചൊല്ലും, അല്ലാഹുവേ രക്ഷിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്ത മുസ്തഫ നമ്മളോട് പഠിപ്പിച്ചു, നിങ്ങൾക്ക് വിഷമമുണ്ടോ, സങ്കടമുണ്ടോ, ആവർത്തിച്ച് ചോദിച്ചോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. എല്ലാ ഉമ്മാരും ഉപ്പാരും പഠിച്ചു വെക്കണം ഈ പ്രാർത്ഥന. എല്ലാ വീടുകളിലും ഈ പ്രാർത്ഥന പഠിപ്പിക്കണം കുട്ടികളെ. വിഷമം പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഈ പറഞ്ഞ ഭാഗം നിങ്ങൾ ആവർത്തിച്ച് കേട്ട് പഠിക്കണം, ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ അതുപോലെ അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ശൈആ, അതൊരു ദിക്റാ. വിഷമവും പ്രയാസവും ഉണ്ടാകുമ്പോൾ പറയാൻ പറഞ്ഞതാ. അങ്ങനെ എത്ര പ്രാർത്ഥന, എത്ര ദിക്റുകൾ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു. ഈ ചങ്ങാതി മുസ്ലിയാർ എന്താ പറയുന്നത്? എന്ത് സങ്കടം ഉണ്ടെങ്കിലും മൊയ്തീൻ ശൈഖിനെ വിളിക്കൊന്നും വേണ്ടതാണ്. മൂപ്പരെ പേരിങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരു പേരിങ്ങനെ പറഞ്ഞു, മൊയ്തീന 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 മൊയ്തീന, ഈ രൂപത്തിൽ അങ്ങനെ പേര് ജീലാനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ആവശ്യമൊന്നും പറയേണ്ടാന്നാണ്. മൂപ്പര് കാര്യം സാധിപ്പിച്ചു തരുന്നതാണ്. കേട്ടോളൂ നിങ്ങൾ, മൂപ്പർക്ക് 99 പേരും ഉണ്ട് അത്ര. കേട്ടോളി. ജീലാനിതങ്ങളെ പേര് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് 99 പേര് കൊടുത്തിട്ടുണ്ട്. റബ്ബാനിയിൽ കാണാം. ഒരു റബ്ബാനിയിലും വേണ്ട. ഇവിടെ അള്ളാന്റെ ഖുർആൻ അള്ള പഠിപ്പിക്കണം. അള്ളാന്റെ റസൂല നമുക്ക് പഠിപ്പിച്ച അള്ളാന്റെ പേരുകൾ. ഇത് മൊയ്തീൻ ശൈഖിന് 99 പേരുണ്ട്. ആര് വിളിച്ചു? ആര് പഠിപ്പിച്ചു? ബാക്കി കേൾക്കട്ടെ. അതുപോലെ തന്നെ മറ്റു പല കിതാബിലും കാണാം. ഇത് ഫലം വല്ലാതെ നൽകും. അതാ ഞാൻ പറഞ്ഞത്, ഒരു വിഷമിച്ച ഘട്ടത്തിൽ ജീലാനിതങ്ങൾ അങ്ങ് നേരത്തെ യാ മുഹയ്യദ്ദീൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതാ. പറഞ്ഞാൽ ഭയങ്കര ഫലായിരിക്കും. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് ബാഗൂടാതുത്തേരം ചെയ്യും ഞാനെന്നോവർ. ഇങ്ങനെയാണ് മാലയി പറഞ്ഞത്. എന്നാൽ കുത്തുബിയത്തിൽ സദഖത്തുള്ള ഉസ്താദ് പറഞ്ഞത് അങ്ങനെയല്ല. സദഖത്തുല്ലാഹിൽ ഖാഹിരി പറഞ്ഞത് അങ്ങനെയല്ല. വമയൂനാദീസിമി, എന്റെ പേരൊരാൾ പറഞ്ഞാൽ നാണ്, എന്നെ വിളിച്ചാൽ എന്നല്ല. അപ്പൊ പേര് പറഞ്ഞാ മതി. ജിലാനി തങ്ങളുടെ അങ്ങോട്ട് വല്ലാതെ മനസ്സ് കൊടുത്തിട്ട് പറഞ്ഞോളന്നില്ല. ആ പേരിങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മളറിയാതെ നമ്മുടെ മൊബൈലിൽ നമ്പർ നെങ്ങിപ്പോയാൽ കോള് പോകുന്നതാണ്. അങ്ങനെ റേഞ്ചുള്ള ആളാണ് ബഹുമാനപ്പെട്ട ജീലാനിതങ്ങൾ. അവിടുത്തെ പേര് പറഞ്ഞാൽ തന്നെ വല്ലാത്ത ഫലമാണ്. എന്തൊരു നുണയാണ്. കേട്ടില്ലേ നിങ്ങൾ? വല്ലാത്ത ഫലാണ്. എന്തൊക്കെ തട്ടിപ്പാണ് അയാൾ ഇപ്പം നടത്തിയത്. വിളിക്കണ്ട, യുനാദി എന്ന് പറഞ്ഞാൽ വിളിക്കന്നല്ലേ, വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒമ യുനാദി എന്നായിലുള്ളത് നാദാ യുനാദി, വിളിക്കലല്ലേ, പറയലാ.
എന്നിട്ട് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കണം. ആ രൂപത്തിൽ പേരിങ്ങനെ പറയാം. അപ്പം സങ്കടവും വിഷമം ഉണ്ടാകുമ്പോൾ മൊയ്തീൻ 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 അങ്ങനെ പറയാം. ഇത് ഇസ്ലാമാ? എവിടെയാണ് മുസ്ലിയാക്കളെ ഇതിനെവിടെ തെളിവ് പറ? നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളോട് നിങ്ങൾ പറ, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേര് പറഞ്ഞാൽ ഏതു പ്രയാസങ്ങളും നീങ്ങുന്നു. എവിടെയാ പഠിപ്പിച്ചത്? എവിടെയാ പഠിപ്പിച്ചത്? റഹ്മാനായ റബ്ബിന്റെ നാമങ്ങൾ കൊണ്ടല്ലേ ദുആ ചെയ്യേണ്ടത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് അത്യുത്തമമായ പേരുകളുണ്ട്. ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിക്കണേ, ദുആ ചെയ്യണേ. ഇതാ ഞങ്ങളെ ഖുർആനിലുള്ളത്, ഇതാ മുസ്ലിമീങ്ങളെ ഖുർആനിലുള്ളത്. നിങ്ങളത് വെട്ടിമാറ്റിയോന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ആലോചിക്കുക, ഏത് വിഷമവും പ്രയാസവും വന്നാൽ ഇങ്ങനെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ പേരിങ്ങനെ പറയാം. 99 പേര് മൂപ്പർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ പറഞ്ഞാൽ മൂപ്പർക്ക് വിഷമമുണ്ടായപ്പോൾ മൂപ്പർ അത് പറഞ്ഞുകൊണ്ടാണ് അത്രേ പോകുന്നത്. അപ്പോൾ സംഗതിയൊക്കെ ഉഷാറായി എന്നാ മൂപ്പര് പറയണത്. ഇതാണ് ഇവരുടെ ഔലിയാക്കന്മാരെ കുറിച്ചുള്ള സങ്കല്പം. അപ്പോൾ പറയും വഹാബികളെ, മുജാഹിദുകളെ, സലഫികളെ, ഇതൊക്കെ നമുക്കുള്ള പേരുകളല്ലേ, ആയിക്കോട്ടെ വിളിച്ചോളി. എന്താ നിങ്ങൾക്കെന്താ ഔലിയാക്കന്മാരെ പറയാൻ അധികാരം?